ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടക്കേന്ത്യൻ വിഭവമാണ്. ചുട്ട വഴുതനങ്ങ റോസ്റ്റ്. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നോർത്തിലൊക്കെ ഉള്ളവർ കഴിച്ചിട്ടുണ്ടാവും. ഇത് കഴിക്കാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പൂരിയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയാണ് മെയിനായിട്ട് നമ്മളിത് കഴിക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു വഴുതനയാണ് എടുക്കേണ്ടത്. വലിയ എഗ് പ്ലാന്റ് എന്ന് പറയില്ലേ, നമ്മൾ ഇതുപോലത്തെ ഒരു മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം. ആദ്യം അടുപ്പിൽ ചുട്ടെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനിപ്പം ഗ്യാസ് ഫ്ലെയിമിലാണ് ചുട്ടെടുക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങോട്ടും ഒക്കെ തിരിച്ച് ഇടണം. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരണം. അതിൻ്റെ തൊലി ഉണ്ടല്ലോ, ഈ തൊലിയെല്ലാം അടർന്ന് വരും. ആ ഒരു പാകം ആകുമ്പോഴാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ ചുട്ടുകൊണ്ടേ ഇരിക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് ചുട്ടെടുക്കാം നമുക്കപ്പോൾ. ഇപ്പോൾ ഇത് ഓരോ സൈഡും ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കണം. എല്ലാ ഭാഗവും ഇതുപോലെ മുകളിലും ഒക്കെ വെച്ച് നന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് ഇപ്പം കണ്ടോ, വഴുതനങ്ങയുടെ തൊലിയൊക്കെ ഇത് ഇതുപോലെ അടർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൈകൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ അടർത്തി മാറ്റാം. ഇത് പതുക്കെ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞതിന് ശേഷം അടർത്തി മാറ്റിയാലും മതി. വഴുതനങ്ങ എടുക്കുമ്പോഴുണ്ടല്ലോ ചെറിയ വഴുതനങ്ങ എടുക്കുക. ചെറുതെന്ന് വെച്ചാൽ മൂക്കാത്ത വഴുതനങ്ങ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. മറ്റേതിൽ മൂത്തതാണെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ ഉണ്ടാവും, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞു, ഏകദേശം എല്ലാം പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇരുന്നാലും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ സ്മോക്കിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ നമുക്കിത് വാഷ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വെച്ചിട്ട് ഇനി ഇതിനെ സ്മാഷ് ചെയ്തെടുക്കണം. അതിന് ഫോർക്ക് ഉപയോഗിച്ചാൽ മതി. ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. വേറെ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം അത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടുക. പിന്നെ അത് പൊട്ടുമ്പോഴത്തേക്കും ജീരകവും കൂടെ ഇടുക. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ജീരകമൊക്കെ ആണല്ലോ അവർ മെയിനായിട്ട് ഇടുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റുക. അതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് പച്ചമുളകാണ്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ മിക്സ് ചെയ്യാം.
ഇപ്പോൾ ഈ പാകമാകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുന്നത്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ തക്കാളി ഇടാം. തക്കാളി ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ സൈസിലുള്ളത് 2 എണ്ണം. അതും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ മൂടി വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് മൂടി വയ്ക്കരുത്. പിന്നെ ഇതിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇതിലോട്ട്. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മതി, ആ മണത്തിന് വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇളക്കുക. ഇനി നമുക്ക് ഈ ചുട്ട് വെച്ചിട്ടുള്ള വഴുതിനിങ്ങ നമ്മൾ ഇതിലോട്ടിട്ട് നന്നായിട്ട് ആ ഗ്രേവിയും ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതിൽ കിടന്ന് വരട്ടിയെടുക്കുക. ഇതിലിപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട് നോക്കിയപ്പം. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് നമ്മൾക്ക് ആഡ് ചെയ്യാം ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള കറിവേപ്പില അതും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. അപ്പം കുറച്ച് കേരള തനിമ കിട്ടുമല്ലോ. അതുകൊണ്ട് ഇല്ലെന്ന് വെച്ചാൽ മല്ലിയിലയാണ് സാധാരണ ആഡ് ചെയ്യുക നോർത്തിലൊക്കെ. മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയില ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുട്ട വഴുതിനിങ്ങ ഗ്രേവി അല്ല, റോസ്റ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതിനിങ്ങ റോസ്റ്റാണ്.
അത് ചുട്ടെടുത്തിട്ടുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണുള്ളത്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.